വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവും അതിശയിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും. നിലമ്പൂർ ഫാസ്റ്റ് ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ ഗ്രൗണ്ട്, കോടതിപ്പടി, മഞ്ചേരി റോഡ്, നിലമ്പൂർ. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ EKS ഇഡലി ദോശമാവ്, കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. വരൂ, നിങ്ങളുടെ ഇഷ്ടവാഹനം ഏറ്റവും വിശ്വസ്തയോടുകൂടി തെരഞ്ഞെടുക്കൂ. ഓട്ടോ പാലസ്, ഊട്ടി മെയിൻ റോഡ്, കലാസാഗർ, എടക്കര. ഫോൺ 9539107485. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പു നൽകുന്നു. ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മൊരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അടുക്കളയിൽ നിറയട്ടെ ഉന്നതമായ രുചിയും ഗുണനിലവാരവും. കുടുംബത്തിൽ പുലരട്ടെ ആരോഗ്യവും സന്തോഷവും. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ TV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ തലക്കെട്ടുകൾ. പവർ കട്ട് ഏർപ്പെടുത്തിയ UDF സർക്കാരിന്റെ ജനദ്രോഹ നടപടിക്കെതിരെ പ്രതിഷേധം. DYFI വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSEB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വൈദ്യുതി മുടക്കത്തിൽ DYFIയുടെ പ്രതിഷേധം. നിലമ്പൂരിലും KSEB ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി KSEB ഉദ്യോഗസ്ഥർക്ക് മെഴുകുതിരിയും വിതരണം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ. ലഹരി വിരുദ്ധ മാസാചരണ ക്യാമ്പയിനും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ച് മണിമൂളി ക്രൈസ്റ്റ് കിങ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ മണിമൂളിയിൽ ലഹരി വിരുദ്ധ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. വേറിട്ട മാതൃകയുമായി വണ്ടൂർ VMC ഹയർ സെക്കൻഡറി സ്കൂൾ. NSS പുതിയ വളണ്ടിയർമാരെ തെരഞ്ഞെടുക്കുന്നതിനായി സംഘടിപ്പിച്ച വിഭവ സമാഹരണ പ്രവർത്തനമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. വിശദമായ വാർത്തകളിലേക്കാണ് പ്രേക്ഷകരെ. വൈദ്യുതി മുടക്കം എല്ലാവരെയും ചെറിയ തോതിലൊന്നുമല്ല ബാധിച്ചിരിക്കുന്നത്. മഴക്കാലമാണെങ്കിലും മഴ ശക്തമല്ലാത്ത സാഹചര്യത്തിൽ ചൂട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ ഒരു സമയത്ത് വൈദ്യുതി മുടക്കം വലിയ ബുദ്ധിമുട്ട് പൊതുജനങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്ന കാര്യം തീർച്ചയാണ്. ഈ വൈദ്യുതി മുടക്കത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് DYFI ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. DYFI വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂർ KSEB ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ചിന്റെ ഉദ്ഘാടനം DYFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി ലിനീഷ് ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി കേരളനാട് ഭരിക്കുമ്പോൾ രാവും പകലും ഇല്ലാതെ
പവർ കട്ടും ലോഡ് ഷെഡിങ്ങും കേരളത്തിലെ ജനങ്ങളാകെ ഇരുട്ടിൽ തപ്പി നടക്കുന്നു. ഈ നിരീക്ഷണത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ ഗവൺമെന്റ് അധികാരത്തിലേറി ഇപ്പൊ 2 മാസക്കാലം പിന്നിട്ടു. ആസൂത്രണത്തോടുകൂടി വൈദ്യുതി ഈ ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുതി പൂർണ്ണാർത്ഥത്തിൽ ലഭിക്കുന്ന രീതിയിൽ ആവശ്യമായ രൂപത്തിലുള്ള ഇടപെടൽ നടത്തുന്നതിൽ ആസൂത്രണത്തിന്റെ പിഴവ് കൊണ്ടാണ് അത് നടത്തുന്നതിന് വേണ്ടി UDF സർക്കാരിന് സാധിക്കാതെ വന്നത്. അങ്ങനെ സാധിക്കാതെ വന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോ 2 മണിക്കൂർ വരെ ഒരു ദിവസം പവർ കട്ടായി മാറുന്നത്. ഇത് കേരളത്തിലെ UDF ഗവൺമെന്റ് വന്നു ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട ബജറ്റിൽ ചൂണ്ടിക്കാണിക്കുന്നത് വൈദ്യുത മേഖലയടക്കം സ്വകാര്യവൽക്കരണത്തിന് നിർദ്ദേശം നൽകും എന്നാണ്. അപ്പൊ സ്വകാര്യവൽക്കരിക്കണമെങ്കിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ വൈദ്യുതി നമുക്ക് ലഭ്യമാക്കുന്ന രീതിയിൽ ഇടപെടാൻ റെഗുലേറ്ററി കമ്മീഷനോ KSEBക്കോ സാധിക്കില്ല എന്ന ആരോപണം അല്ലെങ്കിൽ ഒരു പ്രതീതിയെ സൃഷ്ടിച്ചുകൊണ്ട് ഇത് സ്വകാര്യ കമ്പനികൾക്ക് വിൽക്കപ്പെടാനുള്ള ശ്രമകരമായ ഒരു പ്രവർത്തനത്തിന്റെ ആദ്യപടിയായിട്ടാണ് DYFI ഈ പ്രവർത്തനത്തെ കാണുന്നത്. DYFI ബ്ലോക്ക് പ്രസിഡന്റ് P. ഷൈജു അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് സെക്രട്ടറി P. ജുനൈദ്, ബ്ലോക്ക് ട്രഷറർ C. അനസ്, ജോയിന്റ് സെക്രട്ടറിമാരായ P. രജീഷ്, CP പ്രണവ്, NK ഷബീർ, CP വിപിൻ, P. അജീഷ്, KM അജയ് എന്നിവർ സംസാരിച്ചു. വൈദ്യുതി മുടക്കത്തിൽ പ്രതിഷേധിച്ച് DYFI നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. KSEB ഓഫീസിലേക്ക് മാർച്ചാണ് സംഘടിപ്പിച്ചത്. ഈ മാർച്ചിന്റെ ഭാഗമായി KSEB ഉദ്യോഗസ്ഥർക്ക് DYFIയുടെ നേതൃത്വത്തിൽ മെഴുകുതിരികളും വിതരണം ചെയ്തു. വേൾഡ് കപ്പ് നടക്കുന്ന ഈ സമയത്ത് പോലും ഇത്തരത്തിൽ പവർ കട്ട് നടപ്പിലാക്കുന്നത് സർക്കാരിന്റെ കഴിവുകേടാണെന്ന് DYFI ആരോപിച്ചു. നിലമ്പൂർ നഗരസഭാ കൗൺസിലറും DYFI മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗവുമായ E. അരുൺദാസ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം കേരളത്തിൽ വരുമ്പോൾ ആന കയറിയ കരിമ്പങ്കാട് പോലെ ചവിട്ടി മതിച്ചിട്ട നാടായിരുന്നു കേരളം. മണിക്കൂറുകളോളം പവർ കട്ട്, സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല, ഡോക്ടർമാരില്ല, സർക്കാർ സ്കൂളുകളിൽ പാഠപുസ്തകമില്ല. അങ്ങനെ സകല മേഖലയിലും തകർന്നടിഞ്ഞു കിടന്ന കേരളത്തെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കൈപിടിച്ച് മുന്നോട്ട് നടക്കുക ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ഈ കേരളം എല്ലാ മേഖലയിലും നമ്പർ 1 കേരളമായിരുന്നു. ഈ കേരളം രാജ്യത്തിന് മാതൃകയായിരുന്നു, ലോകത്തിന് മാതൃകയായിരുന്നു. അത്തരത്തിലുള്ള കേരള സംസ്ഥാനത്ത് കഴിഞ്ഞ മാസം അധികാരത്തിലേക്ക് വന്ന UDFന്റെ ഗവൺമെന്റ് അധികാരത്തിൽ കയറി 1 മാസം പിന്നിടുമ്പോഴേക്കും ഈ കേരളം എല്ലാ മേഖലയിലും തകർന്നടിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ നോക്ക്, വേൾഡ് കപ്പ് നടക്കുന്ന സമയമാണ്. പകൽ സമയം മുഴുവൻ പവർ കട്ടാണ്. മെയിൻ്റനൻസിന്റെ പേരിൽ പകൽ സമയം കട്ട്, രാത്രിയായാൽ വൈദ്യുതി നിയന്ത്രണം എന്ന് പറഞ്ഞ കട്ടാണ്. വേൾഡ് കപ്പ് നടക്കുമ്പോൾ പോലും കരണ്ട് പോകുന്ന സ്ഥിതിയാണ് ഈ നാട്ടിലുള്ളത്. മഴക്കാലം ആരംഭിച്ചപ്പോഴുള്ള അവസ്ഥയാണിത്. ഇത് ഒരു 5-6 മാസം പിന്നിട്ടാൽ ഈ കേരളം പൂർണ്ണമായും ഇരുട്ടിന്റെ ലോകത്തിലേക്ക് തിരിച്ചു നടക്കേണ്ടി വരും എന്നാണ് ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. നിങ്ങളൊന്ന് നോക്ക്, ചിരിക്കുന്ന മുഖ്യമന്ത്രി കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിലെ ജനങ്ങൾ നെഞ്ചത്തടിച്ച് കരയുന്ന സ്ഥിതിയാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്. പഠിക്കുന്ന കുട്ടികൾക്ക് രാത്രി പഠിക്കാൻ കരണ്ടില്ല. വീണ്ടും ആ പഴയ മെഴുകുതിരി കാലഘട്ടം തിരിച്ചു വരികയാണ് നമ്മുടെ നാട്ടിൽ. P. ദീപക്, റനീദ്, പ്രജിത്ത്, സന്തോഷ്, ഷാജഹാൻ, റിയാസ് കാവാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ ദൗത്യമായ ഓപ്പറേഷൻ തൂഫാനും മാനന്തവാടി എഡ്യൂക്കേഷൻ ഏജൻസി നയിക്കുന്ന ലഹരി വിരുദ്ധ മാസാചരണ ക്യാമ്പയിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മണിമൂളി ക്രൈസ്റ്റ് കിങ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്ന സന്ദേശവുമായി വഴിക്കടവിൽ നിന്നും മണിമൂളി സ്കൂളിലേക്ക് ലഹരി വിരുദ്ധ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ആര്യടൻ ഷൗക്കത്ത് MLA നിർവഹിച്ചു.
വലിയ ക്യാമ്പയിനായി ഏറ്റെടുത്തു എന്നത് നമുക്കൊക്കെ അഭിമാനമുള്ള കാര്യമാണ്. അതിന് മാനന്തവാടി രൂപതയെ, പ്രത്യേകിച്ച് സ്കൂൾ മാനേജ്മെന്റിനെ, സ്കൂളിനെ, അധ്യാപകരെ, PTA, MTA ഭാരവാഹികളെ, വിദ്യാർത്ഥികളെ തുടർന്ന് ലഹരിക്കെതിരെ ഫ്ലാഷ് മോബും നടത്തി. PTA പ്രസിഡന്റ് ജൂഡ് തോമസ് അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ TJ റോബി, MTA പ്രസിഡന്റ് സോജ ജോർജ്, PK ഷാജി, പഞ്ചായത്ത് മെമ്പർമാരായ മനു കൊന്നാടൻ, K ഗോപി, ബിനു പോൾ, സജി മാത്യു, സിവിൽ എക്സൈസ് ഓഫീസർ രാജേഷ്, ബിജി സെബാസ്റ്റ്യൻ, സാജൻ മാത്യു, അസീസ് P ജലീൽ, നിഷ അനൂപ്, ഷാഹിന, ബ്ലസി മോൾ എന്നിവർ പ്രസംഗിച്ചു. പോരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. ചെറുകോട് രാജീവ് ഭവനിൽ നടന്ന സമ്മേളനം AICC അംഗം E മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സാധാരണക്കാരുടെ വികാരങ്ങൾ, അവരുടെ വിചാരങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാനും നിയമങ്ങളുണ്ടെങ്കിൽ ആ നിയമത്തിൻ്റെ പേരിലുള്ള തടസ്സങ്ങൾ നീക്കി മാറ്റിക്കൊണ്ട് നിയമം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് അദ്ദേഹം പറയാറുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഒരു നിയമവും പറ്റില്ല, സമ്മതിക്കില്ല എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി പാവപ്പെട്ടവർക്ക് അനുകൂലമായ നിലപാടുകൾ ഏത് കാര്യത്തിലും സ്വീകരിച്ച അനിഷേധ്യനായ നേതാവായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹസ്കർ മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ P വാസുദേവൻ, പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK പുഷ്പവല്ലി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ K സുനിൽ, KK വിജയരാജൻ, ഷൗക്കത്ത് മലക്കൽ, V ശിവശങ്കരൻ, N ബിജേഷ്, മണ്ഡലം ഭാരവാഹികളായ P അൻവർ, K ഷംസുദ്ദീൻ, M സലാഹുദ്ദീൻ എന്നിവരും ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. മത്സരത്തിനപ്പുറം മാനവികതയുടെ മൂല്യങ്ങൾ വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുന്ന വേറിട്ട മാതൃകയുമായി വണ്ടൂർ VMC ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. NSS യൂണിറ്റിലേക്ക് പുതിയ വളണ്ടിയർമാരെ തെരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വിഭവ സമാഹരണ പദ്ധതി സംഘടിപ്പിച്ചത്. എന്തായാലും ഈ പദ്ധതി ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുകയാണ്. പതിവ് സെലക്ഷൻ രീതികളിൽ നിന്നും വ്യത്യസ്തമായി വിദ്യാർത്ഥികളുടെ ആശയവിനിമയ ശേഷിയും സാമൂഹിക പ്രതിബദ്ധതയും വിലയിരുത്തുന്ന രീതിയിലാണ് VMC ഹയർ സെക്കൻഡറി സ്കൂൾ ഇത്തവണ NSS വളണ്ടിയർ തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത്. കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, അയൽവാസികൾ, സുഹൃത്തുക്കൾ എന്നിവരുമായി നേരിട്ട് ആശയവിനിമയം നടത്തി അവർ സ്വമേധയാ നൽകുന്ന അരി, പയർവർഗ്ഗങ്ങൾ, മറ്റ് അവശ്യ ഭക്ഷ്യസാധനങ്ങൾ എന്നിവയാണ് വിദ്യാർത്ഥികൾ സമാഹരിച്ചത്. ഞങ്ങൾ വണ്ടൂർ VMC സ്കൂളിലെ NSS വളണ്ടിയേഴ്സ് ആണ്. +1 NSS വളണ്ടിയേഴ്സിനെ സെലക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി ഞങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണിത്. അപ്പോൾ ഇതിലൂടെ +1 വളണ്ടിയേഴ്സിനെ ഞങ്ങൾക്ക് സെലക്ട് ചെയ്യാനും അതോടൊപ്പം അവരുടെ സേവന മനോഭാവം, അവർക്ക് എങ്ങനെ ഒരു പാവപ്പെട്ട ഒരാളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്നും ഞങ്ങൾക്കും അവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നു. ഞങ്ങളിപ്പോൾ ഇവിടെ നടത്തുന്നത് ഭക്ഷ്യക്കിറ്റിനുള്ള വിഭവ സമാഹരണമാണ്. അരി, പഞ്ചസാര, ചായപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ അടങ്ങുന്ന ഒരു വളരെ വ്യത്യസ്തമായ, വളരെ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു ഭക്ഷ്യക്കിറ്റാണ് ഞങ്ങൾ ഇവിടെ ഒരുക്കുന്നത്. ഇത് ആവശ്യക്കാരുടെ കയ്യിലേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ അടുത്ത ചുമതല. ശേഖരിച്ച വിഭവങ്ങൾ വിദ്യാലയത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും സാമൂഹികവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്ന അർഹരായ കുടുംബങ്ങൾക്ക് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്യും. ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്നതിലുപരി സമൂഹത്തിന് കരുതലിന്റെ കൈത്താങ്ങാകുവാൻ കഴിഞ്ഞതിന്റെ സന്തോഷമാണ് വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്നത്. വായിച്ചു പഴകിയ പുസ്തകങ്ങളാണ് ഞങ്ങളിവിടെ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇത് വെച്ചിട്ടൊരു ലൈബ്രറി സെറ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ 50 വീടുകളിലേക്കുള്ള കിറ്റാണ് ഞങ്ങളിവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. അർഹതപ്പെട്ട വീടുകളിൽ ഞങ്ങൾ ആ കിറ്റ് എത്തിക്കുന്നതാണ്. ഇപ്പോൾ +1 സ്റ്റുഡൻസിന് ഈ സെലക്ഷന്റെ ഭാഗമായിട്ട് നമ്മൾ കുറെ ടാസ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടാസ്കിൽ ഒന്നാമത് തന്നെ നമ്മൾ കുറച്ച് ബുക്കൊക്കെ ശേഖരിച്ച് കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു ലൈബ്രറി സെറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. രണ്ടാമത് നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസ്, ഇപ്പോൾ നമ്മൾ അരി, ചായപ്പൊടി, ഈ ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്ത് കളക്ട് ചെയ്തിട്ട് നമ്മൾ പാവപ്പെട്ട കുറച്ച് ആൾക്കാർക്ക് നമ്മൾ വിതരണം ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്.
അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളെ +1 സ്റ്റുഡൻസ് ഓല സോഷ്യൽ മൈൻഡ് ഓല ആക്ടിവിറ്റി നമുക്ക് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുക. സേവനമാണ് NSSന്റെ മുഖമുദ്ര എന്ന സന്ദേശം വിദ്യാർത്ഥികളിൽ തുടക്കം മുതൽ തന്നെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വേറിട്ട സെലക്ഷൻ മാതൃക നടപ്പിലാക്കിയതെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. പ്രവർത്തനത്തിന് NSS പ്രോഗ്രാം ഓഫീസർ P. രതിശ്രീ, അധ്യാപകരായ V. ഷാനവാസ്, അജ്മൽ കോയ, K. പ്രശാന്ത്, വിനോദ്, സൗമ്യ ശ്രീ, സാലിനി, രഞ്ജിനി, NSS വളണ്ടിയർമാരായ അവന്തിക, അഫ്രോസ്, ദേവിക, ഷമാസ് എന്നിവർ നേതൃത്വം നൽകി. ഒരിടവേളയാണ് പ്രേക്ഷകരെ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് വേഗം മടങ്ങി വരാം. ₹1 നിലമ്പൂരിൽ 20 ലിറ്റർ ബക്കറ്റ് ഉൾപ്പെടെ ഒരു വലിയ മുറവും ഡസ്റ്റ് പാനും മഗ്ഗും ബേസിനും ഉൾപ്പെടെ 5 ഗൃഹോപകരണങ്ങൾ അടങ്ങുന്ന ഒരു മെഗാ സെറ്റ് ₹1 ജൂലൈ 10 മുതൽ ജൂലൈ 14 വരെ. നിലമ്പൂരിൽ ആരംഭിക്കുന്ന ₹199 മഹാത്ഭുതത്തിൽ ആദ്യമെത്തുന്ന 500 പേർക്ക് വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, ബാഗുകൾ, ടോയ്സുകൾ, ഗിഫ്റ്റ് ഐറ്റംസുകൾ, സ്റ്റീൽ, പ്ലാസ്റ്റിക്, അലുമിനിയം, നോൺ സ്റ്റിക്, ഗ്ലാസ് വെയർ, ഗൃഹോപകരണങ്ങൾ ഏതെടുത്താലും ₹199 മാത്രം. അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവും അതിശയിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും. നിലമ്പൂർ ഫെസ്റ്റ് ഏതെടുത്താലും ₹199 മാത്രം. ₹199 മഹാത്ഭുതം. ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ ഗ്രൗണ്ട്, കോടതിപ്പടി, മഞ്ചേരി റോഡ്, നിലമ്പൂർ. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. ഇരുപത്തിയഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യത്തോടെ എടക്കരയുടെ അഭിമാനമായ ഓട്ടോ പാലസ് കൂടുതൽ സവിശേഷതകളോടെ പ്രവർത്തനം തുടരുന്നു. ഏറ്റവും ഗുണനിലവാരത്തോടെ സെക്കൻഡ് ഹാൻഡ് ബൈക്കുകൾ, കാറുകൾ എന്നിവ ഇനി യഥേഷ്ടം സ്വന്തമാക്കാം. വാഹനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ട്രെയിലർ സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. വരൂ, നിങ്ങളുടെ ഇഷ്ടവാഹനം ഏറ്റവും വിശ്വസ്തയോടുകൂടി തെരഞ്ഞെടുക്കൂ. ഓട്ടോ പാലസ്, ഊട്ടി മെയിൻ റോഡ്, കലാസാഗർ, എടക്കര. ഫോൺ 9539107485. നിങ്ങളുടെ പ്രഭാതത്തെ കൂടുതൽ രുചികരവും ആരോഗ്യകരവുമാക്കാൻ രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. 100% ഗുണമേന്മ ഉറപ്പാക്കി പ്രത്യേകം തെരഞ്ഞെടുത്ത അരി ഉഴുന്ന്, ഉലുവ എന്നിവ ചേർത്ത് ശുദ്ധീകരിച്ച വെള്ളം ഉപയോഗിച്ച് ഹൈജീനിക് പ്ലാന്റിൽ തയ്യാറാക്കിയതാണ് രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. ഇനി പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മൊരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അടുക്കളയിൽ നിറയട്ടെ ഉന്നതമായ രുചിയും ഗുണനിലവാരവും. കുടുംബത്തിൽ പുലരട്ടെ ആരോഗ്യവും സന്തോഷവും. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.
ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ. പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, LED TV, മിക്സി, ചിമ്മിനി ആൻഡ് ഹോബ്, ഓവൻ, സ്റ്റൗ, കുക്കർ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, എയർ കൂളർ, ഫാൻ, ഹോം തിയേറ്റർ, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503. എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. EKS ഉണ്ടെങ്കിൽ പിന്നെ പ്രഭാതം പ്രസരിപ്പോടെ. EKS ഇഡലി ദോശമാവ് പ്രത്യേകം തിരഞ്ഞെടുക്കുന്ന ഗുണമേന്മയുള്ള അരിയും ഉഴുന്നും ചേർത്ത് ശാസ്ത്രീയമായ രീതിയിൽ ഏറെ ശുചിത്വത്തോടെ RO വാട്ടർ മാത്രം ഉപയോഗിച്ച് തയ്യാർ ചെയ്യുന്നത് കൊണ്ട് തന്നെ മികച്ച ഗുണനിലവാരം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാൻ അനുയോജ്യമായ പാക്കിംഗ്. ഇനി രുചിയിൽ നിറയട്ടെ വീട്ടിലെ സന്തോഷം. കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. EKS ഫുഡ് പ്രൊഡക്ട്സ്, നിലമ്പൂർ. വാർത്തകൾ തുടരുകയാണ് പ്രേക്ഷകരെ. MES മമ്പാട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മമ്പാട് കോളേജ് റിട്ടയർഡ് സൂപ്രണ്ടും മാനേജ്മെന്റ് കമ്മിറ്റി മെമ്പറും ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ സെക്രട്ടറിയുമായിരുന്ന PV അബ്ദുൾ ഖാദറിന്റെ നിര്യാണത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. ഹൈസ്കൂളിൽ നടന്ന പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് PK അലിയാർ അധ്യക്ഷത വഹിച്ചു. MES സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് EP മോയിൻകുട്ടി, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹുസൈൻ കോയ തങ്ങൾ, മമ്പാട് കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി ഡോക്ടർ സീതി കോയ, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് ഹംസക്കുരികൾ, താലൂക്ക് വൈസ് പ്രസിഡന്റ് മച്ചിങ്ങൽ അലവിക്കുട്ടി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി മമ്പാട് യൂണിറ്റ് പ്രസിഡന്റ് NC മുസദ്ദീഖ്, വാർഡ് മെമ്പർ MK മുസ്തഫ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ K സലാഹുദ്ദീൻ, K ഫായിസ്, MES യൂണിറ്റ് സെക്രട്ടറി MK സമീർ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. ഫിഫ വേൾഡ് കപ്പ് മത്സരത്തിന്റെ ഫൈനൽ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പോരൂർ കുടുംബശ്രീ മോഡൽ CDS, ICDS, GRC എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വനിതകൾക്കായി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പ്രായം മറന്നുകൊണ്ട് ടൂർണമെന്റിൽ വനിതകൾ ആവേശത്തോടുകൂടി പങ്കെടുത്തു. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് KK പുഷ്പവല്ലി നിർവഹിച്ചു. എല്ലാവരും സ്ത്രീ ശക്തി തെളിയിക്കുന്നതിന് വേണ്ടി ഒത്തുചേർന്നിരിക്കുകയാണ്. നല്ലൊരു സന്തോഷ നിമിഷമാണ്. എല്ലാവരും ഫുട്ബോളിന്റെ ആവേശത്തിലാവുമ്പോൾ സ്ത്രീകൾ ഒട്ടും പിന്നിലല്ല എന്ന് തെളിയിച്ചുകൊണ്ട് പോരൂര് പെണ്ണ് പൊലിമ തെളിയിക്കുകയാണ്. ഇന്ന് വളരെയധികം സന്തോഷമുണ്ട്. ഇത്ര രാവിലെ തന്നെ വീട്ടിലത്തെ എല്ലാ പണികളും മാറ്റി വെച്ചുകൊണ്ട്
ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളുടെ ആവേശം കണ്ടിട്ട് വളരെയധികം സന്തോഷം. CDS ചെയർപേഴ്സൺ PK ഭാഗ്യലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. വനിതകളുടെ കായികശേഷിയും കൂട്ടായ്മയും ഉയർത്തിക്കാട്ടുന്ന മത്സരങ്ങളാണ് ടൂർണമെന്റിൽ അരങ്ങേറിയത്. ആവേശകരമായ മത്സരങ്ങൾക്കൊടുവിൽ ഹരിതകർമ്മസേന അംഗങ്ങളുടെ ടീം കിരീടം സ്വന്തമാക്കി. 4 ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച രാഗിണി ബെസ്റ്റ് പ്ലെയർ പുരസ്കാരത്തിന് അർഹയായി. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ താരങ്ങൾക്കും മെഡലുകളും വിതരണം ചെയ്തു. ടൂർണമെന്റിനുള്ള ട്രോഫികളും മെഡലുകളും പോരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ സ്പോൺസർഷിപ്പിലായിരുന്നു ഒരുക്കിയത്. പോരൂർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വാർഡ് മെമ്പറുമായ P. ജുൽഫീന, CDS വൈസ് പ്രസിഡന്റ് P. സുലൈഖ, വിവിധ പഞ്ചായത്ത് അംഗങ്ങൾ, ICDS സൂപ്പർവൈസർ K. ഉമൈസ്, CDS അംഗങ്ങൾ, അംഗൻവാടി അധ്യാപകർ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ നിലമ്പൂർ പട്ടികവർഗ പ്രത്യേക പദ്ധതിയുടെയും നിലമ്പൂർ അമൽ കോളേജ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ ബ്രിഡ്ജ് കോഴ്സ് മെമ്പർമാർക്കായി അമൽ കോളേജിൽ ദ്വിദിന ശില്പശാല സംഘടിപ്പിച്ചു. പട്ടികവർഗ ഉന്നതികളിൽ നിന്നും സ്കൂളിൽ പോയി വന്ന് പഠിക്കുന്ന കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ പിന്തുണ നൽകുന്ന സംവിധാനമാണ് ബ്രിഡ്ജ് കോഴ്സ്. നിലവിൽ ജില്ലയിൽ 25 സെന്ററുകളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മെന്റർമാരുടെ കാര്യശേഷി വികസനം സാധ്യമാക്കുന്നതിനും കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും കുട്ടികൾക്ക് മാനസിക പിന്തുണ നൽകുന്നതിനും മെന്റർമാരെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. അമൽ കോളേജിലെ മാനേജ്മെന്റ് സ്റ്റഡീസ് വിഭാഗത്തിന്റെ ട്രൈബൽ എക്സ്റ്റൻഷൻ പരിപാടിയുടെ ഭാഗമായാണ് ശില്പശാല ഒരുക്കിയത്. പരീക്ഷാ കൺട്രോളർ ഡോക്ടർ T. ഷമീർ ബാബു ഉദ്ഘാടനം ചെയ്തു. PV അബ്ദുൾ വഹാബ് MP മുഖ്യ അതിഥിയായിരുന്നു. പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ KP മുഹമ്മദ് ബഷീർ, CEO VK അബ്ദുൽ ഖാദർ, സൂപ്രണ്ട് TP അഹമ്മദ് സലീം, നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ട് കോർഡിനേറ്റർ KK മുഹമ്മദ് സാനു, അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ PK കൽപ്പന, K ജിജു, ആനിമേറ്റർ കോർഡിനേറ്റർ അനന്തു, വിവിധ ഉന്നതികളിലെ ബ്രിഡ്ജ് കോഴ്സ് മെന്റർമാർ KK ഷംന എന്നിവർ സംബന്ധിച്ചു. മുനീർ അഗ്രഗാമി, ജിംഷാദ്, ഡോക്ടർ അമീർ ഹസൻ, S. നിഷ എന്നിവർ വിവിധ സെഷനുകളിൽ പരിശീലനം നൽകി. മമ്പാട് നടുവക്കാട് ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ കർക്കിടക പരിപാടികൾ വിപുലമായി സംഘടിപ്പിക്കുകയാണ്. കർക്കിടകം 1 മുതൽ ഓഗസ്റ്റ് 17 വരെയാണ് വിവിധ പരിപാടികളോടുകൂടി ക്ഷേത്രത്തിൽ രാമായണ മാസം ആചരിക്കുന്നത്. തന്ത്രി ബ്രഹ്മശ്രീ മൊടപ്പിലാപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രധാന ചടങ്ങുകൾ നടക്കുക. കർക്കിടകം 1-ന് വിശേഷാൽ പൂജകളും ഗണപതി ഹോമവും K. അക്ഷയ് എംബ്രാന്തിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. ഓഗസ്റ്റ് 15-ന് ശനിയാഴ്ചയാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നവഗ്രഹ പൂജയും ഗജപൂജയും ആനയൂട്ടും നടക്കുക. ഗജശ്രീ ചിറ്റേപ്പുറത്ത് ശ്രീകുട്ടൻ എന്ന ആനയ്ക്കാണ് ഗജപൂജയും ആനയൂട്ടും നടത്തുന്നത്. അന്നേ ദിവസം രാവിലെ അയ്യപ്പന് വിശേഷാൽ പൂജയും ഉണ്ടായിരിക്കും. കർക്കിടക മാസത്തിൽ ക്ഷേത്ര നട തുറക്കുന്ന എല്ലാ ദിവസവും ശാരദാ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ രാമായണ പാരായണവും ഓഗസ്റ്റ് 9 ഞായറാഴ്ച നാലമ്പല ദർശന യാത്രയും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. നോക്കാം പ്രേക്ഷകരെ, പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പവർ കട്ട് ഏർപ്പെടുത്തിയ UDF സർക്കാരിന്റെ ജനദ്രോഹ നടപടിക്കെതിരെ പ്രതിഷേധം. DYFI വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSEB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വൈദ്യുതി മുടക്കത്തിൽ DYFIയുടെ പ്രതിഷേധം. നിലമ്പൂരിലും KSEB ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി KSEB ഉദ്യോഗസ്ഥർക്ക് മെഴുകുതിരിയും വിതരണം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ. ലഹരി വിരുദ്ധ മാസാചരണ ക്യാമ്പയിനും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ച് മണിമൂളി ക്രൈസ്റ്റ് കിങ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ മണിമൂളിയിൽ ലഹരി വിരുദ്ധ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. വേറിട്ട മാതൃകയുമായി വണ്ടൂർ VMC ഹയർ സെക്കൻഡറി സ്കൂൾ.
NSS പുതിയ വളണ്ടിയർമാരെ തെരഞ്ഞെടുക്കുന്നതിനായി സംഘടിപ്പിച്ച വിഭവ സമാഹരണ പ്രവർത്തനമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. പ്രാദേശിക വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവും അതിശയിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും. നിലമ്പൂർ ഫാസ്റ്റ് ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ ഗ്രൗണ്ട്, കോടതിപ്പടി, മഞ്ചേരി റോഡ്, നിലമ്പൂർ. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയന്തോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ EKS ഇഡലി ദോശമാവ്. കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. വരൂ, നിങ്ങളുടെ ഇഷ്ടവാഹനം ഏറ്റവും വിശ്വസ്തയോടുകൂടി തെരഞ്ഞെടുക്കൂ. ഓട്ടോ പാലസ്, ഊട്ടി മെയിൻ റോഡ്, കലാസാഗർ, എടക്കര. ഫോൺ 9539107485. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പു നൽകുന്നു. ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മുരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അടുക്കളയിൽ നിറയട്ടെ ഉന്നതമായ രുചിയും ഗുണനിലവാരവും. കുടുംബത്തിൽ പുലരട്ടെ ആരോഗ്യവും സന്തോഷവും. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്.